ചേച്ചി ഇത് അടുത്ത സ്റ്റെപ്പാണ്. ഇതിപ്പോൾ ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ടല്ലോ, അത് രണ്ടാമത്തെ ലെയർ ഞാൻ എല്ലാം ചെയ്തു. ഇത് വൈറ്റ് പാച്ചസ് ഒക്കെ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം എല്ലാം ഒരേപോലെ എല്ലായിടത്തും കിട്ടി. ഇനി നമ്മളിത് ഷെയ്ഡിങ് ആണ്. ഷെയ്ഡിങ് ചെയ്യുമ്പോൾ പറഞ്ഞ വൈറ്റ് പാച്ചസ് ഒരു വിഷയമല്ലാതെ വരും. അതുകൊണ്ട് ഇതിനകത്ത് ആ ഷെയ്ഡിങ്ങിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ യെല്ലോ ഓക്കറും സ്കാർലറ്റ് റെഡ്, ഇത് രണ്ടും കൂടി ഇത് കണ്ടില്ല, ഒരു കടുത്ത ഓറഞ്ച് മിക്സിൽ നമ്മൾ ഈ യെല്ലോയേക്കാൾ ഡാർക്കായിട്ട് വരുന്നൊരു രീതിയിൽ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം ഈ ഇത് കണ്ടോ, ഈ മേഘങ്ങൾ വരച്ചതിൻ്റെ ഇതിന് താഴെ വേണം നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ. ഓക്കെ, ആദ്യം ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഡോട്ട് ഷെയ്ഡിങ് ആണ്. ഇത് ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് വളരെ അറിയാമല്ലോ, ചേച്ചി കുറേ ചെയ്തിട്ടുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഈ നമ്മളെ ലീഫിൻ്റെ ഉള്ളിലൊക്കെ ഈ ഡാർക്ക് കളർ അങ്ങനെ തന്നെ കൊടുക്കാം. ഡോട്ട് ഷെയ്ഡിങ് ആയിട്ട് ചെയ്യണമെന്നില്ല, ഫില്ല് ചെയ്താൽ മതി. പക്ഷേ അവിടുന്ന് പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മളിത് ചെറിയ ഡോട്ടിട്ട് അതുകൊണ്ട് ഈ ലൈൻസൊക്കെ അങ്ങനെ ആക്കുക. അതേപോലെ ഇവിടെ ഓക്കെ, ഇതിങ്ങനെ ചെയ്തിട്ട് നമ്മൾ കുറേശ്ശെ ഡോട്ട് ഷെയ്ഡിങ് ചെയ്ത് പരത്തി കൊണ്ടുവരണം. ഞാനൊരു ചെറിയ പോർഷൻ മാത്രം കാണിക്കാം. ബാക്കി ഈ മേഘങ്ങൾ വരുന്നിടത്തൊക്കെ ഇതേ പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെയും ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് കാണാമല്ലോ, ഈ വരയുടെ താഴെ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ കുറച്ച് മഞ്ഞ ഹൈലൈറ്റ് ആയിട്ട് നിൽപ്പുണ്ടാവും. ഓക്കെ, ഇത് ബ്രഷ് അറിയാമല്ലോ, ചെറിയ ബ്രഷാണ് അത്. നമ്പർ 1 നമ്പർ ബ്രഷാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ ചേച്ചിയുടെ സൗകര്യം പോലെ എന്താണെന്ന് വെച്ചാൽ ചെറിയ ബ്രഷോ ഒക്കെ എടുക്കാം. ചെറിയ ബ്രഷ് എടുക്കും തോറും ഇതിൻ്റെ ക്വാളിറ്റി, ഈ ഡോട്ട് ഷെയ്ഡിങ് ഉണ്ടല്ലോ, അതിൻ്റെ ക്വാളിറ്റി കൂടും. അതുകൊണ്ട് അത് എങ്ങനെയാണ് ചേച്ചിക്ക് സൗകര്യം എന്ന് വെച്ചാൽ അത് കണക്ക് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ഡോട്ട് ഷെയ്ഡിങ് ചെയ്ത് പരമാവധി സ്മൂത്തായിട്ട് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ആവണം. അതുകൊണ്ട് ഇവിടെ ഈ ഹൈലൈറ്റ് എത്തുമ്പോഴത്തേക്കും വളരെ സോഫ്റ്റായിട്ട് വേണം നമ്മൾ ടച്ച് ചെയ്യാൻ, ബ്രഷ് ടച്ച് ചെയ്യാൻ. അങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഡാർക്ക് വന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് ലൈറ്റായിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് അവസാനിക്കും. ഇവിടെ ഈ അറ്റത്തെത്തുമ്പോഴത്തേക്കും വളരെ സോഫ്റ്റായിട്ട് ടച്ച് ചെയ്താൽ മതി. സോഫ്റ്റായിട്ട് ടച്ച് ചെയ്യുക. ബ്രഷുകൾ തമ്മിൽ ഓരോ സ്ട്രോക്ക്, ഒരു കുത്തുകൾ തമ്മിലുള്ള അകലം കൂട്ടുക. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ നല്ല ഹാർഡായിട്ടും ഇവിടെ സോഫ്റ്റായിട്ടുമാണ് ആ കളർ വരിക. എന്നിട്ട് അതേ സ്റ്റെപ്പ് നമ്മളിനി ഇവിടുന്ന് ഇപ്പുറത്തേക്ക്, ഈ ലൈൻ്റെ ഇപ്പുറത്തേക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. സെയിം സംഭവം തന്നെ. ഇവിടെ നമ്മൾ വളരെ ടൈറ്റാക്കി ഷെയ്ഡ് ചെയ്ത് വന്നിട്ട് ഇങ്ങോട്ട് എത്തും തോറും അത് കളറ് ലൈറ്റാക്കി വരിക. പിന്നെ ഈ ബോർഡറിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഷെയ്ഡിങ് കൊടുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ഇങ്ങനെ വിരലുകൊണ്ട് നമുക്ക് സ്മഡ്ജ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സ്മൂത്തായിട്ട് അതങ്ങ് ബ്ലെൻഡായി കിട്ടും.
ഓക്കെ, അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഒരുപാട് സമയമെടുക്കുന്നൊരു പ്രോസസ്സാണ്. അപ്പം ഇതേ പ്രോസസ്സ് നമ്മൾ ബാക്കി എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇടയ്ക്ക് ഇതേപോലെ വിരലുകൊണ്ട് സ്മഡ്ജ് ചെയ്യാം, ഒക്കെ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഡാർക്ക്നെസ് എന്ന് പറയുന്നത് കളർ മിക്സിങ്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം 1:1 എന്നുള്ള രീതിയിലാണ് റെഡും, അതായത് സ്കാർലറ്റ് റെഡും യെല്ലോ ഓക്കറും എടുക്കുന്നതെങ്കിൽ ഒരു ടോണ് കിട്ടും. അപ്പോൾ റെഡ് കൂട്ടിയെടുത്താൽ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ളൊരു കളർ കിട്ടും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് സൗകര്യം പോലെ ചെയ്യുക. പക്ഷേ ഇവിടെ ഈ എഡ്ജിൽ ഈ യെല്ലോ വന്ന് അവസാനിക്കണം, ആ രീതിയിൽ വേണം ഇത് ചെയ്യാൻ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ, അതായത് ഈ ഇലയുടെ ഉള്ളിൽ ഇതെങ്ങനെ തന്നെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊണ്ടുപോവുക. ഇലയുടെ പുറത്ത് ഷെയ്ഡ് ചെയ്തിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുക. ഓക്കെ, ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഇതേപോലെ വിരലുകൊണ്ട് സ്മഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസിഷൻ നല്ല സ്മൂത്തായിട്ട് കിട്ടും, ബ്ലെൻഡിങ് ട്രാൻസിഷൻ. ഉണ്ടോ? ഇതുപോലെ. ഓക്കെ, അപ്പം ഞാൻ ഇതിനി ഇത്രയും കാണിച്ചതിൽ നിന്ന് തന്നെ ബാക്കി എല്ലാ സ്ഥലത്തും ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാം. ബാക്കി ആഭരണങ്ങൾ ചെയ്യുന്നത് ഞാൻ വേറെ കാണിച്ചു തരാം.
ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ഇതേ രീതിയിൽ ഷെയ്ഡ് ചെയ്യുക. ഓക്കെ.